ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും എല്ലാവരും മനസ്സിലാക്കുന്ന അതിനോടനുബന്ധിച്ച് ശ്രുതി ആത്മഹത്യ ചെയ്യുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നല്ല ത്രില്ലിംഗ് എപ്പിസോഡ് തന്നെയാണ്. അങ്ങനെ മലേഷ്യയിൽ നിന്ന് മാവനെന്നും പറഞ്ഞേക്ക് ശ്രുതി ഒരാളെ ഇറക്കുന്നുണ്ട്. എന്നിട്ടും എല്ലാവരും വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാണ്. വർഷയുടെ മുമ്പിൽ താൻ വലിയൊരാളാവണം, തൻ്റെ അച്ഛൻ മലേഷ്യയിലെ വലിയ ബിസിനസ്സുകാരനാണെന്ന് എല്ലാവരും അറിയിച്ച് അമ്മായിമ്മയുടെ സ്നേഹം തനിക്ക് വേണമെന്ന് അറിയാണ്. എന്നാൽ ശ്രുതിക്ക് ഓരോ സമയവും ഓരോരോ അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. ഒടുവിൽ പറഞ്ഞുണ്ടാക്കിയ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു പോവാണ് കേട്ടോ. അങ്ങനെ രവീന്ദ്രൻ്റെ കാശെടുത്ത് അത് തൻ്റെ അച്ഛൻ തന്നതാണെന്ന് പറഞ്ഞ് ശ്രുതിക്കൊരു ബിസിനസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞ ചന്ദ്ര പൊട്ടിത്തെറിക്കുന്നുണ്ട്. അങ്ങനെയാണ് ശ്രുതിയുടെ യഥാർത്ഥ മുഖം മനസ്സിലാവുന്നത്. സച്ചി ആദ്യം കാണാണ്. തൻ്റെ ആൻറ്റിയെക്കുറിച്ച് അന്വേഷിച്ച് വന്നതാണെന്ന് ആദ്യം പറയുന്നുണ്ട്. അത് ശ്രുതിയാണെന്ന് പറയാനുള്ള ധൈര്യം അവൻക്കില്ല. ഒടുവിൽ വിമലാമ്മയും ആദ്യം കൂടെ പോകുമ്പോൾ അവരടുത്ത് ശ്രുതി സംസാരിക്കുന്നതും എല്ലാം തന്നെ സച്ചി കാണുന്നുണ്ട്. അതോടുകൂടെ വലിയൊരു കള്ളമാണ് പൊളിയുന്നത്. അങ്ങനെ ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് തെളിവോട് കൂടെ പൗഡർ എടുത്തിയെ പൊളിച്ചടക്കണമെന്ന ലക്ഷ്യം തന്നെയായിരുന്നു സച്ചിക്ക്. ആ സമയത്താണ് ശ്രുതി പുറത്തേക്ക് ജോലി അന്വേഷിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നവീൻ്റെ മുമ്പിൽ ചെന്ന് പെടുന്നത്. നവീനാണെങ്കിലും ശ്രുതിയെ മനസ്സിലാവുന്നത് ഇത് ശ്രുതിയുടെ ഭർത്താവല്ലേ, ഇവനോട് ഒന്ന് ഇളക്കി വിടാം, അവളങ്ങനെ എന്നെ ചതിച്ചുകൊണ്ട് സുഖിച്ച് ജീവിക്കല്ലേ, അങ്ങനെ അവൾ സുഖിച്ച് ജീവിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിൻ്റെ ഭാര്യയുണ്ടല്ലോ കല്യാണി, എന്താ നിങ്ങളീ പറയുന്നതെന്ന് ശ്രുതി ചോദിക്കാണ്. എല്ലാം നിങ്ങളുടെ ഭാര്യ കല്യാണി, എൻ്റെ ഭാര്യ കല്യാണി എന്നല്ല, എൻ്റെ ഭാര്യ ശ്രുതിയാണ്, ബ്യൂട്ടി പാർലർ നടത്തുന്ന ശ്രുതി. അതെനിക്ക് മനസ്സിലായി, അവൾ ഇട്ട പേരാണ് അവൾക്ക് ശ്രുതി എന്ന്. അവളുടെ യഥാർത്ഥ പേര് കല്യാണി എന്നാണ്. അവൾക്ക് പോരാത്തതിന് ഒരു ഭർത്താവും ഒരു മകനുമുണ്ട്. ഭർത്താവ് മരിച്ചുപോയി, പക്ഷേ മകനിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് ആൾ മാറിപ്പോയിട്ടുണ്ടാവും. അല്ലെങ്കിലും ഇതൊക്കെ നിങ്ങൾ എന്തിനാ എന്നോട് പറയുന്നത്? ഒരു പൊട്ട മാപ്പിള തന്നെ, നിങ്ങൾക്ക് എന്തറിയാം എന്ന് പറഞ്ഞുകൊണ്ട് പോവാട്ടോ. ശ്രുതി ഈ കാര്യം ശ്രുതിയോട് വന്ന് പറയുന്നുണ്ട്. ഇന്ന് വഴിയിൽ വെച്ച് ഒരാളെ കണ്ടു, നിന്റെ പേര് കല്യാണിയാണെന്ന്. ഇത് കേട്ടതും ശ്രുതി ആകത്തന്നെ ഷോക്കാവുന്നുണ്ട്. ഈ സമയം ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ശ്രുതി നവീൻ തന്നെ ആയിരിക്കും, നവീൻ തൻ്റെ പണി തുടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലാവാണ്. അങ്ങനെ ശ്രുതി ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് അവളുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. അതെടുക്കാണ് കേട്ടോ. ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. അപ്പുറത്തുനിന്ന് പറയാണ്, എടി കല്യാണി, നിൻ്റെ ഭർത്താവിനെ ഞാൻ ഇന്ന് കണ്ടിരുന്നു. നീ എനിക്ക് എത്രയും പെട്ടെന്ന് 1,00,000 രൂപ തന്നില്ലെങ്കിൽ ബാക്കി കാര്യം കൂടെ ഞാൻ അവനോട് പറയും. അവനെപ്പോലൊരു മണ്ടബുദ്ധി ഭർത്താവായത് നിൻ്റെ ഭാഗ്യം എന്ന് പറയാണ്. ഇത് കേട്ട ശ്രുതിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. അവൻ അമ്മയോട് പറയുന്നുണ്ട്, ഇന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. പോരാത്തതിന് ശ്രുതിയുടെ ഫോണിലേക്ക് ഇങ്ങനെ ഒരു കോള് വരികയും ഉണ്ടായി. എന്താണ് സത്യമെന്ന് എനിക്കറിയില്ല എന്ന് പറയാണ്. അപ്പോഴാണ് സച്ചി എല്ലാ സത്യങ്ങളും കണ്ടുപിടിച്ച് വരുന്നത്. എല്ലാവരും വന്നേ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭയത്തോടെയാണ് ശ്രുതി താഴേക്ക് വരുന്നത്. അല്ല, ഇന്ന് വലിയൊരു ബോംബ് പൊട്ടിക്കാനുണ്ട്. ഇവൻ ജോലിക്ക് പോവാത്തത് വലിയൊരു ബോംബാണ്. ഇന്നിപ്പോൾ അതിലും വലിയ കള്ള ബോംബാണ് പൊട്ടിക്കാൻ പോകുന്നത്. ഈ പൗഡർ എടുത്തിയുടെ അച്ഛനുണ്ടല്ലോ, മലേഷ്യയിലാണെന്ന് പറഞ്ഞത് പച്ചക്കള്ളം. അയാൾ 6 അടി മണ്ണിൽ മരിച്ചു കിടക്കുകയാണ്. ഇവൾ ആരാണെന്നറിയോ? ആദിയുടെ അമ്മ, വിമലാമ്മയുടെ മകൾ. എന്തെല്ലാം കള്ളം പറഞ്ഞിട്ടാണ് ഇവൾ അമ്മയെ ചാക്കിലാക്കി ശ്രുതിയുമായിട്ടുള്ള വിവാഹം നടന്നെന്നറിയോ? ഇവളുണ്ടല്ലോ, ഇവൾ ആരാണെന്നറിയോ? ഇവൾ ഒരു വിവാഹം കഴിച്ച 2ാം കെട്ടുകാരിയാണ്. പണം ഉണ്ടെന്നറിഞ്ഞാൽ അമ്മ ഇവളെ സ്വീകരിക്കുമെന്നറിഞ്ഞുകൊണ്ടാണ് ഇവൾ അച്ഛൻ മലേഷ്യയിലാണെന്ന് ഇവൾ കള്ളം പറഞ്ഞ് തന്ത്രപൂർവ്വം ഈ വീട്ടിൽ കയറി പറ്റിയത്. ഇപ്പം ആരൊക്കെയാണ് കള്ളം പറഞ്ഞതെന്നും നാണം കെട്ട കുടുംബമെന്ന് മനസ്സിലായല്ലോ. രേവതിയെ കുടുംബത്തെ ഒരുപാട് നിങ്ങളെല്ലാവരും ദ്രോഹിച്ചിരുന്നു. ഇപ്പം എന്തായി? ഇത് കേട്ട രവീന്ദ്രൻ ചോദിക്കും, എന്താ സച്ചി ഇത്? എന്തൊക്കെയാ നീ ഈ പറയുന്നത്? ഇവൾക്ക് എല്ലാം അറിയാം, കല്യാണി എന്നാണ് ഇവളുടെ യഥാർത്ഥ പേര്. നവീനെയും പിടിച്ചു വലിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട്. ഇവനിക്ക് സത്യങ്ങളൊക്കെ അറിയാം. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇവളെ ഭീഷണിപ്പെടുത്തി കാശും തട്ടാറുണ്ട്. ഇനിയിപ്പോൾ ഇവനെ ആ ഭീഷണിപ്പെടുത്തങ്ങ് നിർത്തണം. അങ്ങനെ നവീനെ പിടിക്കൊണ്ട് എല്ലാ സത്യങ്ങളും പറയിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് വിമലാമ്മയും വരുന്നുണ്ട്. വിമലാമ്മ വന്നിട്ട്, എൻ്റെ മോൾക്കൊരു തെറ്റ് പറ്റി, അന്നേ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞതാണ് സത്യങ്ങളെല്ലാം തുറന്ന് പറയാൻ എന്ന് പറയാണ്. എന്നാൽ ശ്രുതിക്കിത് ഒരിക്കലും ഉൾക്കൊള്ളാനാവില്ലായിരുന്നു. ഒരു പണക്കാരിയല്ല തൻ്റെ ഭാര്യ, നയാ പൈസക്ക് ഗതിയില്ലാത്തവളാണെന്ന് മനസ്സിലാക്കി ശ്രുതിക്ക് ഇത് വിശ്വസിക്കാനാവാതെ മുകളിലേക്ക് കയറിപ്പോവാണ്. എടാ മോനെ എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രയും പുറകെ പോകുന്നുണ്ട്. അങ്ങനെ ശ്രുതി കഥകടക്കാണ്. ആരെന്ന് വിളിച്ചിട്ടും ശ്രുതി കഥക തുറക്കുന്നില്ല. ശ്രുതിയാണെങ്കിലോ, ശ്രുതി ഞാൻ പറഞ്ഞൊന്ന് കേൾക്ക്, ഞാൻ ഇന്നോട് സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞതാണ് കല്യാണത്തിൻ്റെ അന്ന്, പക്ഷെ ഇനി അത് കേട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞതല്ലേ ഞാൻ
നിന്നെ ചതിക്കണമെന്ന് ഒരിക്കലും കരുതിയില്ല. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. നിന്നെ വിവാഹം കഴിക്കണമെങ്കിൽ എൻ്റെ അച്ഛൻ ഒരു വലിയൊരു പണക്കാരാണെന്ന് പറഞ്ഞാൽ മാത്രമേ നിൻ്റെ അമ്മ സമ്മതിക്കൂ. പിന്നെ ഞാൻ നിന്നോട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ആദ്യം എൻ്റെ മകനാണെന്നും ആദ്യം ഒരു വിവാഹം കഴിഞ്ഞതാണെന്ന് അത് മറച്ചു വെച്ചതുകൊണ്ടല്ലേ നമ്മുടെ വിവാഹം നടന്നത്. എന്നാലും വിവാഹത്തിൻ്റെ അന്ന് ഞാൻ എല്ലാം പറഞ്ഞതായിരുന്നു. പക്ഷേ അന്ന് നിൻ്റെ ഫോൺ കട്ടായതുകൊണ്ട് നീ ഒന്നും കേട്ടില്ല. പ്ലീസ് സുധി, വാതിൽ തുറക്കെന്ന് പറയാണ്. എനിക്കൊന്നും കേൾക്കണ്ട. എല്ലാവരും കൂടി ചേർന്ന് എന്നെ ചതിച്ചു. എൻ്റെ ജീവിതം ഇങ്ങനെയായി തീർന്നു. ഞാൻ ജീവിതകാലം മുഴുവൻ വിശ്വസിച്ച പെണ്ണാണ് നീ. എന്നിട്ടും നീ എന്നെ ചതിച്ചു. എനിക്കിനി ജീവിക്കേണ്ട എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും വിളിച്ചിട്ടും സുധി വാതിൽ തുറക്കുന്നില്ല. സച്ചിയാണെങ്കിലോ തൻ്റെ ഏട്ടനോട് അവനക്ക് സ്നേഹമുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് കാട്ടിച്ചെങ്കിലും ഭയങ്കര സ്നേഹം തന്നെയായിരുന്നു സുധിയോട്. പെട്ടെന്ന് വാതിൽ പൊളിച്ച് സച്ചി അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോഴേക്കും കയ്യിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. സുധി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് ചന്ദ്രമതി. എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, എൻ്റെ മോൻ നീ കാരണം എടി വഞ്ചകി, അങ്ങ് മാറടി. അപ്പോഴേക്കും സച്ചി സുധിയെയും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. എല്ലാവരും കരച്ചിലോട് കൂടെ ഒപ്പമുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തിയ സുധിക്ക് ഒരുപാട് രക്തം പോയിട്ടുണ്ടെന്നും പെട്ടെന്ന് രക്തം കയറ്റണമെന്ന് നോക്കട്ടെ, ആളിപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല, 24 മണിക്കൂർ കഴിഞ്ഞാൽ എന്തെങ്കിലും ഉറപ്പ് പറയാനാവൂ എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. ഇത് കണ്ട് നെഞ്ചുപൊട്ടി ചന്ദ്ര കരയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രയോട് രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇതെല്ലാം നിന്റെ കാശിനുള്ള ആർത്തിയാണ് ഇതെല്ലാം വരുത്തി വെച്ചത്. ശ്രുതി അവനെ സ്നേഹിച്ചു. അവൾക്ക് കാശുണ്ടായാൽ മാത്രമേ നീ അവന് വിവാഹം കഴിച്ചു കൊടുക്കുമെന്ന് അവൾക്ക് മനസ്സിലായതുകൊണ്ടാണ് അവളെ കൊണ്ട് ഇങ്ങനെ ഒരു കള്ളം പറയിപ്പിച്ചത്. എല്ലാത്തിനും കാരണം നീയാണ് ചന്ദ്രേ. പണത്തിനോടുള്ള നിന്റെ ആർത്തി. ഇപ്പോൾ നമ്മുടെ മോൻ്റെ അവസ്ഥക്കും നീ തന്നെയാണ് കാരണം. രവിയേട്ട ഈ സമയത്ത് എന്നെ കുറ്റപ്പെടുത്തല്ലെന്ന് പറഞ്ഞ് ചന്ദ്രമതി പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോഴും സുധിയുടെ അവസ്ഥയിൽ വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ ഒരുവിധത്തിൽ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് തന്നെ ശ്രുതി ജീവിതത്തിലേക്ക് തിരികെ വരാണ്. എന്നാൽ ശ്രുതിയെ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ലെന്നും നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ്റെ അമ്മയും അച്ഛനും പറയുന്നുണ്ട്, ആ സമയം ശ്രുതി നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. വലിയൊരു കള്ളം അവൾ മറച്ചു വെച്ചിട്ടുണ്ട്. അത് നീ അവളെ വെറുക്കുമെന്നാണ് അവളുടെ അമ്മ ഒരുപാട് തവണ നിന്നോട് സത്യം പറയാൻ പറഞ്ഞതാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് നീ തന്നെ തീരുമാനിക്ക്. അങ്ങനെ ശ്രുതിയുടെ അടുത്ത് വന്ന് കാല് പിടിച്ച് മാപ്പ് പറയുന്നുണ്ട്. ശ്രുതി ആ സമയത്ത് മുഖം തിരിക്കാണ്. ശ്രുതിയെ കൈയൊഴിഞ്ഞ മട്ടിൽ തന്നെയാണ് ശ്രുതി. അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ശ്രുതിയും വീണ്ടും ഒന്നാവുമോ? പക്ഷേ കുറച്ചുനാൾ ശ്രുതി സ്വന്തം വീട്ടിൽ അമ്മയ്ക്കൊപ്പം പോയി നിൽക്കാണ്. അപ്പോഴേക്കും ശ്രുതിയുടെ മനസ്സ് മാറി അവളെ കൂട്ടാൻ വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരിക്കും അവൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള ചെമ്പനീർ പൂവിൻ്റെ അപ്കമിങ് എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.